പാലക്കാട് മണ്ണാർക്കാട് നബീസ വധക്കേസിൽ കൊച്ചുമകനും ഭാര്യയും കുറ്റക്കാർ. തോട്ടക്കര സ്വദേശി നബീസയെ കൊലപ്പെടുത്തിയത് ഭക്ഷണത്തിൽ വിഷം കലർത്തി. ബഷീറിനും ഭാര്യ ഫസീലയ്ക്കും നാളെ ശിക്ഷ വിധിക്കും. ബി അശോകിനെ തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷനായി നിയമിച്ചതിൽ സർക്കാരിന് തിരിച്ചടി. നിയമനം ചോദ്യം ചെയ്ത് ബി അശോക് സമർപ്പിച്ച അപ്പീലിൽ സ്റ്റേ അനുവദിച്ച് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. കോട്ടയം പാലായിൽ 9ാം ക്ലാസ്സുകാരന്റെ നഗ്നദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചെന്ന് പരാതി. സഹപാഠികൾ ബലം പ്രയോഗിച്ച് നഗ്നദൃശ്യം പകർത്തിയെന്ന് പിതാവ്. പോലീസിൽ പരാതി നൽകി കുടുംബം. അടിയന്തര റിപ്പോർട്ട് തേടി മന്ത്രിമാരായ വി ശിവൻകുട്ടിയും വീണ ജോർജും. കണ്ണൂർ എരഞ്ഞോളിയിൽ ആംബുലൻസിന്റെ വഴി തടഞ്ഞ് കാർ യാത്രികൻ. ഹൃദയാഘാതമുണ്ടായ രോഗിയെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാനായില്ല. മട്ടന്നൂർ സ്വദേശി റുഖിയയ്ക്ക് ദാരുണാന്ത്യം. കാർ ഡ്രൈവറിനായി അന്വേഷണം ഊർജിതം. സ്പേസ് എക്സ് സ്റ്റാർഷിപ്പിന്റെ പരീക്ഷണ പറക്കൽ പരാജയം. വിക്ഷേപിച്ച് 8 മിനിറ്റിനുള്ളിൽ കമ്മ്യൂണിക്കേഷൻ സംവിധാനം നഷ്ടമായി. അപകടം ഒഴിവാക്കാൻ ആകാശത്ത് വെച്ച് തന്നെ പൊട്ടിത്തെറിപ്പിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് പുറത്ത് നടന്ന സുനിത വില്യംസ്. 6.5 മണിക്കൂർ നടന്നെന്ന് സ്ഥിരീകരിച്ച് നാസ. ബഹിരാകാശ നിലയത്തിന് പുറത്തിറങ്ങിയത് 7 മാസത്തിനിടെ ഇതാദ്യം. ഭൂമി അഴിമതി കേസിൽ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെയും ഭാര്യയെയും ശിക്ഷിച്ച് പാക് കോടതി. ഇമ്രാൻഖാന് 14 വർഷം തടവ് ശിക്ഷ, ഭാര്യ ബുഷ ബീബിക്ക് 7 വർഷം തടവ്.